C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഇപ്പോ 2-3 തവണയായി നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നു. മതി, ഇനി നിർത്തിയേര്. ഞാനല്ല ചെക്കനെ കൊന്നത്. അതൊരു അപകടം തന്നെയാ. അപ്പോഴത്തെ വിഷമത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് വെച്ച് ഒരാളെ കൊല്ലാനൊക്കെ എനിക്ക് പറ്റുമോ DK? ഒരിക്കലുമില്ല. കഴിഞ്ഞ നിന്റെ പ്രസംഗം എത്ര നിരപരാധി ചമഞ്ഞാലും നിന്റെ കൈയെ പറ്റി രക്തക്കറ മാഞ്ഞു പോവില്ല. തെളിവുകളില്ലാത്തതുകൊണ്ട് കോടതി നിനക്ക് ജാമ്യം തന്നിട്ടുണ്ടാവും. പക്ഷേ സത്യം രണ്ടില്ല, ഒന്നേ ഉള്ളൂ. അത് നീ കൊലപാതകയാണെന്ന് തന്നെയാ. അത് മാറ്റാൻ നിനക്കിനി ഈ ജന്മത്ത് കഴിയില്ല. അതൊക്കെ വിടടിക്കേ. ഈ നാട്ടില് നിയമം കോടതിയൊക്കെ ഉണ്ടല്ലോ. എന്നെ ശിക്ഷിച്ചോട്ടെ, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. പക്ഷേ ഇപ്പോ ഞാൻ വന്നത് വേറൊരു കാര്യം ചോദിക്കാനാണ്. അല്ല, നിങ്ങൾ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു അല്ലേ? നന്നായി. ജ്യോതി ഇവിടുന്ന് പോയാ പിന്നെ പ്രിയയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരില്ലല്ലോ. ആ സന്തോഷം ഒന്ന് നേരിട്ട് അറിയിക്കാൻ വേണ്ടിയാ ഞാനിവിടെ കാത്തു നിന്നത്. ഞാൻ ഏത് കാര്യത്തിൽ ഇടപെടണമെന്ന് എനിക്കറിയാം. പ്രിയയുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് ഇതുവരെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തിനാ DK വെറുതെ വേണ്ടാത്ത കാര്യങ്ങൾ തലയിലെടുത്ത് വെക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാൻ വേറെ എന്തൊക്കെ ജോലികളുണ്ട്? സത്യത്തിൽ ആ രാജീവിനെ കൊന്നത് നിങ്ങളാ DK. നിങ്ങളുടെ വാശി, അതിന്റെ രക്തസാക്ഷിയാ ആ പാവം ചെറുക്കൻ. കഷ്ടം. ഒരുപാട് ആയുസ് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഒറ്റയടിക്കാൻ തീർത്തു കളഞ്ഞു. വാശി കാണിക്കുന്ന ദൈവത്തിന് ഇഷ്ടമല്ല. രാജീവിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് നീ കരുതണ്ട. ഇപ്പൊ നിനക്ക് ജാമ്യം കിട്ടുന്ന കരുതി അത് കൊലക്കയറിൽ നിന്നുള്ള രക്ഷപ്പെടലാന്ന് നീ കരുതരുത്. നിന്നെ ശിക്ഷിക്കാൻ നിയമത്തിന്റെ ഏതറ്റം വരെയും ഞാൻ പോകും. തെളിവും സാക്ഷിയും ഞാനുണ്ടാക്കും. നിനക്ക് ശിക്ഷ വാങ്ങി തരികയും ചെയ്യും. കരുതിയിരുന്നോ നീ? എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് DK. ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. പക്ഷേ എവിടെ പോയാലും പ്രിയയെ ഞാൻ കൊണ്ടുപോകും. അവളെ ഞാൻ വിട്ടുകളയില്ല. DK, ഇതുവരെയുള്ളതെല്ലാം ഞാൻ മറക്കാം. ഇനിയെങ്കിലും നിങ്ങൾ അനിയനോട് എന്റെ പിന്നാലെ വരരുതെന്ന് പറയണം. ഞങ്ങൾ തമ്മിലുള്ള കണക്ക് തൽക്കാലം ഞാൻ അവധിക്ക് വെക്കുക. പ്രിയയെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ, പ്ലീസ്. അവളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണെങ്കിൽ നിനക്ക് അവളെ കൊണ്ടുപോവാ. പക്ഷെ നിന്റെ കയ്യിൽ നിന്ന് അവൾക്ക് രക്ഷപ്പെടാൻ എന്റെ സഹായം വേണമെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. ഞാൻ അവളെ സംരക്ഷിക്കും. നടക്കാത്ത കാര്യം പറയല്ലേ DK. രാജീവിന്റെ ജീവൻ സംരക്ഷിക്കുമെന്ന് നിങ്ങൾ വാക്ക് കൊടുത്തതല്ലേ? എന്നിട്ട് എന്തുണ്ടായി? കഴിഞ്ഞോ സംരക്ഷിക്കാൻ? ഇല്ല. ഇനിയെങ്കിലും പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ കൊടുക്കാൻ പോകരുത്. ഇതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനിപ്പോ വന്നത്. പോട്ടെ, കാണാം. ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ചയില്ല. പോവാ ഞാൻ. തോൽക്കാൻ സ്വയം തീരുമാനിച്ച പിന്നെ ആർക്കും യുദ്ധം ചെയ്യണ്ടല്ലോ. ജ്യോതി, നീ കാണിക്കുന്നതൊക്കെ വലിയ മണ്ടത്തരം.
എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവാൻ ഇവിടെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായത്? ബാലു ഞാൻ തമ്മിലുള്ള പ്രശ്നമാണോ? ദേ, ഞാൻ ഇവിടെ വെച്ച് നിനക്ക് വാക്ക് തരാം, ഞങ്ങൾ തമ്മില് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ബാലു ഇനി എന്ത് ചെയ്താലും ഞാൻ തിരിച്ച് ഒരു വാക്ക് പോലും മിണ്ടില്ല. പോരെ? എന്നോട് ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിന്റെ ഈ തീരുമാനം മാറ്റണം. നീ ഇവിടെ തന്നെ വേണം ജ്യോതി. പോകേണ്ടവര് പോവുക തന്നെ വേണം ചിത്ര. അല്ലെങ്കിലും ഞാനിനി എന്തിനാ ഇവിടെ? ഒരു കള്ളിയെ പോലെ ഹിറ്റ്ലറിന്റെ ജീവിതത്തിലേക്ക് വന്നു. ഞാൻ വന്ന അന്ന് മുതൽ ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയതാ. ഇപ്പൊ അതതിന്റെ മൂർധന്യത്തിലെത്തി. DK ബാലുവിനെ തല്ലി. അതിന് ഞാനും ഒരു കാരണമല്ലേ? ഒരിക്കലുമില്ല. അമ്മയോട് എതിർത്ത് സംസാരിച്ചതിന് DK ബാലുവിനെ തല്ലിയത്. ആയിരിക്കാം. പക്ഷെ അതിനുള്ള കാരണം എന്താ? നീയും ബാലുവായിട്ടുള്ള പ്രശ്നമല്ലേ? നീ എന്നോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നതുകൊണ്ടല്ലേ ബാലു നീയുമായിട്ട് തെറ്റിയത്? ഒന്നും ഇല്ലാത്തവളായിട്ട് വന്നു, ഒന്നും നേടാത്തവളായിട്ട് തന്നെ മടങ്ങുക. ഒന്നോർത്താ എനിക്ക് സന്തോഷ. കുറച്ചു നാളെങ്കിലും ഞാൻ ഹിറ്റ്ലറിന്റെ ഭാര്യയായിട്ട് ജീവിച്ചില്ലേ? എല്ലാരും പേടിക്കുന്ന ഹിറ്റ്ലറിന്റെ സമാധാനം പോലും പോയില്ല. പാവം, എന്നെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയതാ. ഇവളുണ്ടല്ലോ, ഈ സുപ്രിയ, കള്ളിയ. പോയപ്പോ ഹിറ്റ്ലറിന്റെ മുഴുവൻ സ്നേഹവും ഇവളങ്ങ് കൊണ്ടുപോയി. നീ പോകുന്നത് DKക്ക് യഥാർത്ഥത്തിൽ സന്തോഷായിരിക്കുമെന്നാണോ നീ കരുതുന്നത്? ഒരിക്കലും അല്ല ജ്യോതി. DK വല്ലാതെ ഒറ്റപ്പെട്ടു പോവും. നീ വന്ന ശേഷം DK ഒരുപാട് മാറി. മുൻപില്ലാത്ത ചിരിയും സന്തോഷവും DKയുടെ ജീവിതത്തിൽ വന്നത് നീ കാരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.